പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നണ വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള്
ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസന് എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, അങ്ങയുടെ ദാസന് സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടല്ലേ? ഇന്നലെ എന്ത് വചനം കണ്ടേ? സഭാപ്രസംഗി 7:29. അതൊന്ന് വായിച്ചേ. ഇന്നലെ വായിച്ചത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പൊ ഈ സങ്കീർണത ഉണ്ടാക്കണില്ലേ ജീവിതത്തില് വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. അതിന് സങ്കീർണത ഉണ്ടാക്കിയത് ആരാണ്? ദൈവമല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിച്ചായിരിക്കും. ജീവിതം സങ്കീർണമാകുന്നതിനോട് ദൈവം ഒരു വിമുഖതയുള്ള ആളാണ്. ജീവിതമേ, കാര്യം ജീവിതം ബേസിക്കായിട്ട് സങ്കീർണമല്ല, അത് ലളിതമാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിനെ സങ്കീർണമാക്കിയെന്നാണ്. എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്തു. അത് പറയല്ല, എൻ്റെതല്ലാത്ത പദ്ധതികൾ നിരൂപിച്ചവർക്ക് ദുരിതം വന്നു. എടുത്തേ യെശയ്യാ 30:1. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി. അതാണ് ജീവിതത്തെ സങ്കീർണമാക്കണം എന്ന് പറയുന്നത്. പാപം കുന്നുകൂട്ടി എന്ന് പറയുമ്പോൾ പാപം കുന്നുകൂട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിൻ്റെ അല്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോരെ? വിവേചനമായിട്ട് പരിശുദ്ധാത്മാവ് ദാനം വേണോ? പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ഈ ദുരിതം ഉണ്ടാക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ആ പദ്ധതി നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് സഭാപ്രസംഗം 7:29 പറയുന്ന പോലെ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടി കൊണ്ടാണ് ഈ പാപം കുന്നുകൂടിയതും ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഒരു ബന്ധം, അത് വിവാഹബന്ധമായാലും മനസ്സമ്മതമായാലും നിനക്കിഷ്ടപ്പെട്ടാൽ നല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, കുറേയൊക്കെ നമ്മൾ പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വരും. പലവട്ടം അതിൻ്റെ ഓരോ വിശദാംശം കിട്ടാൻ വേണ്ടിയേ, ഡീറ്റെയിൽഡ് വിശദാംശം കിട്ടാൻ വേണ്ടി പെറ്റ് സ്കാനിങ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജനറൽ മെസ്സേജ് കിട്ടും, ഡീറ്റെയിൽ കിട്ടത്തില്ല. അപ്പോൾ പെറ്റ് സ്കാനിങ് പോലെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വിഷയം പ്രാർത്ഥിച്ച് പോകണം. അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ
ദൈവപദ്ധതി അറിയാത്ത അന്ധന്മാരായിട്ട് മാറും. അപ്പം അതെന്താ വിഷയം? അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒരു വിഷയം വന്ന് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ചെയ്യണത്, ഇപ്പം എനിക്കൊരു വിഷയം വന്നു, എനിക്കത് ഗെത്തുർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ദിവ്യകുർബാനയെടുത്തിരിക്കും. എന്തിനാ അങ്ങനെ ഇരിക്കണത്? നമുക്കറിയാം അത് ആ ഇരിപ്പിന് കുറേ വചനങ്ങളുണ്ട്. കാര്യം, നിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കണില്ലേ, നീ അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെ വല്ലാത്ത ചോദ്യങ്ങൾ ഒരെണ്ണമാണത്. അടുത്ത അവതരെടുത്ത് യോഹന്നാൻ 6:68 കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പം ടെമ്പററി സൊല്യൂഷൻ അല്ല അതിൻ്റെ അകത്തുള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. കുർബാന ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുർബാന കഴിഞ്ഞു കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിത്യജീവൻ്റെ വചനങ്ങൾ ദൈവം നിനക്ക് മാത്രം തന്നിരിക്കണത്. അത് ദിവ്യകുർബാനയുടെ വലിയ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരണത്. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലും ഞാൻ അവനിൽ വസിക്കുന്നു, സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും, ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68 യോഹന്നാൻ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ. അതായത് നമ്മൾ ദിവ്യകുർബാന മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വചനമാണ് അവിടെ ഉള്ളത്. എന്താണ്? എന്തുകൊണ്ടാണ് നീ കുർബാന കഴിഞ്ഞിട്ടും വിട്ടുപോകാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണത്? അതിൻ്റെ വചനം 6:68. എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ സന്ദേശം കിട്ടണില്ല, തീരുമാനം എടുക്കാൻ പറ്റണില്ല, എന്തിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കൂടെയാണല്ലോ. അപ്പം ദിവ്യകുർബാന വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ പല ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാകും, ഇവനോട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ പോകത്തില്ല, ഇവന് സീരിയസ് ആണെന്ന് മനസ്സിലാകും, ഇവള് സീരിയസ് ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ സഹവാസം നമ്മളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2023 മെയ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമായി അൾത്താരയിൽ രണ്ടാമത് നിർത്താൻ അനുവദിച്ചതിന് അമ്മയോട് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ആ വണ്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒരാളുടെ വണ്ടി കൂലിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വണ്ടി ഞങ്ങൾക്ക് ഇല്ലാതെയായി. കുറച്ച് സമയങ്ങളിൽ വണ്ടി ഇല്ലാതെ വീട്ടിലിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സിസ്റ്റർ വന്നു. സിസ്റ്റർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം
ഞങ്ങൾക്ക് ഈശോയിൽ സാധിച്ചു തന്നു. ഒരു പഴയ വണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അമ്മ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ഒരു പുതിയ വണ്ടി തന്നെ തരണമെന്നായിരുന്നു. ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ 3 പ്രാവശ്യത്തെ ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് അമ്മ തരുന്നതാണെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പ് ഈ വണ്ടി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലിക്ക് വരുന്നതിൻ്റെ തലേ ദിവസം ഈ വണ്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എന്നും രാവിലെ ജപമാല വണ്ടിയായിട്ടിരുന്ന് ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയോടും അമ്മയോടും പറയും, ഈശോയെ നീ ആയിരിക്കണമേ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത്, അമ്മേ നീ ആയിരിക്കണമേ ഈ വണ്ടിയിലെ ആദ്യത്തെ യാത്രക്കാരി എന്ന് പറഞ്ഞാണ് രാവിലെ ഈ വണ്ടി ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു, ബാബുച്ചേട്ടനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പം ഞാൻ മനസ്സിലോർത്തു, അമ്മേ ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ എന്തിനാ 2 ഉടമ്പടി ഒരു വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം എന്നോട് അമ്മ പറയും, ബാബുച്ചേട്ടനെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞങ്ങൾ 7-ാം തീയതി ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അമ്മ എന്നോട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അതിനു മുമ്പ് ഉടമ്പടി എടുക്കണമെന്ന്. ഞങ്ങൾ 2025 ഡിസംബർ 3-ാം തീയതി വന്ന് ബാബുച്ചേട്ടന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ ഡിസംബർ 20-ാം തീയതി ആയപ്പോഴത്തേക്കും രാവിലെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 20-ാം തീയതി രാവിലെ ആയപ്പം കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ബുദ്ധിമുട്ട്, നേരെ നിൽക്കുവാൻ പറ്റുന്നില്ല, ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു. ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ ആദ്യമേ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഡോക്ടർ സംശയം പറഞ്ഞു, ക്യാൻസർ ആണോ, അസ്ഥികൾക്ക് ക്യാൻസർ ആണെന്ന് സംശയം പറഞ്ഞു. രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലൊന്നും നൂറ് നിൽക്കാനോ തന്നെ എണീറ്റിരുന്ന് ഭക്ഷണം വാരി കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നോട്ടെ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ സഹിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ എന്ന് ഞങ്ങൾ ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നല്ല ധൈര്യത്തിൽ തന്നെ ഇരുന്ന് ഞാൻ അമ്മോട് പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ സഹിക്കും, പക്ഷേ എന്താണ് നീ തന്നെ തീരുമാനിച്ചോ, ഞങ്ങൾക്ക് തരുന്ന സഹനങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ അമ്മയുടെ മുന്നിൽ പറഞ്ഞു. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥികൾക്ക് ക്യാൻസറാണ്, അസ്ഥികളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, എണീറ്റ് നടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പതുക്കെ വീട്ടിൻ്റെ അകത്തുകൂടെ മാത്രം പതുക്കെ വടിയെ കുത്തിപ്പിടിച്ച് നടക്കുക, തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല, അങ്ങനെ പറ്റിയെങ്കിൽ അസ്ഥികൾ ഒടിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നിന്നോട് ആഗ്രഹം ചോദിച്ചു നീ ഞങ്ങൾക്ക് ഈ വണ്ടി തന്നു, ഈ വണ്ടി ഇങ്ങനെ മുറ്റത്ത് കൊണ്ടിടാനായിരുന്നെങ്കിൽ എന്തിനാ അമ്മേ നീ ഞങ്ങൾക്ക് തന്നത്, ഇത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ എന്നും രാവിലെ പോകുമ്പോൾ ജപമാല വണ്ടിക്കകത്തിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പ്രത്യാശയുണ്ട്, ഒരിക്കലും ഇങ്ങനെയൊരു അസുഖത്തിലേക്ക് അമ്മ ഞങ്ങളെ തള്ളിവിടത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിൽ സാധ്യമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ നിന്നിലും ഈശോയിലും വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, എന്തായാലും ഞങ്ങൾ സഹിക്കാനുള്ള കൃപ മാത്രമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഡോക്ടറെ കാണും, ടെസ്റ്റുകൾ നടത്തും. ആ സമയങ്ങളെല്ലാം ഡോക്ടർ പൂർണ്ണമായിട്ടും ബോൺ ക്യാൻസർ ആണെന്ന് സ്വീകരിച്ചു, ബോൺ മാരോ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ മെയ് 1-ാം തീയതി നിൻ്റെ ദിവസമാണ്, ആ ദിവസം ഞാൻ ചോദിച്ചതിന് ഉത്തരം നീ എനിക്ക് തരണം, ഈ വണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നും ബാബുച്ചേട്ടൻ്റെ ഈ അസുഖം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടും ടെസ്റ്റുകളുടെ റിസൾട്ടും ഏപ്രിൽ 29-ാം തീയതി കിട്ടി. ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, ഇപ്പം അസ്ഥികൾക്കൊക്കെ നല്ല ഒരു ബലം വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കാം, ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണവും ഇതിനകത്ത് കാണിക്കുന്നില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ മെയ് 23-ാം തീയതി 2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞങ്ങൾ എന്നും രാവിലെ അച്ഛനെ പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നെറ്റിയെ കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ആദ്യം അതാണ് ഞങ്ങളുടെ ഭക്ഷണം. അതുപോലെ ഈ നേർച്ച വസ്തുക്കൾ തൈലം നട്ടലേലും കാലേലും വേദനയുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ പൂശി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അമ്മോട് പറയും, അമ്മ ഇതാണ് ഞങ്ങളുടെ മരുന്ന്. പിന്നെ ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണ സൗഖ്യം നൽകി നീ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു, ഒരിക്കലും ഇങ്ങനെയൊരു രോഗം നീ തരികയില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പിന്നെ ബാക്കി എന്താണോ നിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി കരയുമായിരുന്നു. ഞാൻ ആരുടെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ഒത്തിരി സമയം ചെലവഴിക്കും. ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ ബാബുച്ചേട്ടന് മണിക്കൂറുകളോളം ബൈബിൾ വായിക്കായിരുന്നു. എണീറ്റിരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ കിടന്നു കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, അമ്മേ നീ ഇത്രയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മകനല്ലേ അമ്മേ, നീ ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വിടല്ലേ അമ്മേ. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ ദൈവം ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വിടിയല്ല. പിന്നെ സഹനങ്ങൾ ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്ന സഹനങ്ങളെ തരുവുള്ളെന്നും എനിക്കറിയാം. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം നമുക്ക് സഹനങ്ങളിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ നേടേണ്ടതെന്നും എനിക്കറിയാം. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ ഞാൻ
ഈ 3 വർഷക്കാലം ഇന്ന് വരെ എൻ്റെ ദൈവത്തിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമം എൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വരികയില്ല. ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ ഈ ദൈവത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കും. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും ഉടമ്പടിയിൽ. ഞങ്ങൾ മരണത്തോളം ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 29-ാം തീയതി ഡോക്ടർ ഇത് പറഞ്ഞു. അപ്പം മെയ് 1 ഞാൻ അമ്മയോട് ചോദിച്ച ദിവസമാണ്. ആ ദിവസം അമ്മ എനിക്ക് ഉത്തരം തന്നു, അസുഖങ്ങളൊന്നുമില്ല, ഈ വണ്ടി ഇവൻ തന്നെ ഓടിക്കും, കൊണ്ട് നടക്കുമെന്ന് അമ്മ ഉറപ്പ് തന്നു. പക്ഷേ മെയ് 1-ാം തീയതി എൻ്റെ അമ്മയുടെ മുന്നിൽ ഓടി വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്രയും ദിവസം നീണ്ടുപോയ ഞാൻ അമ്മോട് ക്ഷമ പറയുന്നു. പെറ്റ് സ്കാൻ എടുത്തു, CT സ്കാൻ, MRI സ്കാൻ എടുത്തു, ബോൺമാരോ ചെയ്തു. ഇത് ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ ഇത് ക്യാൻസറാണെന്ന് 80% തന്നെ ഇത് 2ാം സ്റ്റേജിലായിട്ടുണ്ട്. അസ്ഥികളിലെല്ലാം കറുപ്പ് വീണിട്ടുണ്ട്. ഇത് അസ്ഥികളെല്ലാം പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പം എന്നോട് പറയുന്നത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതിനകത്ത് ഒന്നും കാണാനില്ല, ഇതിപ്പോൾ അസ്ഥികൾക്കൊക്കെയാണെങ്കിൽ നല്ല അന്നത്തെ അതൊന്നും കാണാനില്ല, അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് 100% അറിയാം. ഒരിക്കലും മരുന്നോ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ എൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കാനോ എണീറ്റ് തന്നെ നിൽക്കാനോ നേരെ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അമ്മയുടെ അടുത്ത് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ വന്ന് വണ്ടിയും കൊണ്ടുമാണ് വന്നത്. നാളെ മുതൽ അമ്മയോട് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നാളെ മുതൽ ആ വണ്ടി ഓടിക്കാൻ ഞങ്ങൾ ഭാവത്തിനും പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ ഞങ്ങൾക്ക് ആ വണ്ടി എടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ആ സിസ്റ്ററിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ഞങ്ങൾക്ക് പലരോടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാണ് ഞങ്ങൾക്ക് വണ്ടി തന്നത്. ഈ ഞങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. ഓരോ നിമിഷവും എൻ്റെ കൂടെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഉത്തരം തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അസുഖം ഇങ്ങനെ തന്നപ്പോൾ ഞാൻ ഓർത്തു. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് മുമ്പേ തന്നെ എൻ്റെ അമ്മയെ അറിഞ്ഞു ഇങ്ങനൊരു അസുഖം ബാബുച്ചേട്ടന് വരുന്നുവെന്ന്. അതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ ഓർപ്പിച്ചത് ബാബുച്ചേട്ടനെ ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരുന്നപ്പോൾ അമ്മ ആ വന്ന രോഗം അമ്മ എടുത്തു മാറ്റി. അത് ഇപ്പം ആദ്യത്തെ ഉടമ്പടി പുതുക്കിയതുള്ളൂ. 2ാമത്തെ ഉടമ്പടി അടുത്ത മാസം 16-ാം തീയതിയാണ് ബാബുച്ചേട്ടനെ പുതുക്കേണ്ടത്. അതിന് മുമ്പേ തന്നെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. ഞങ്ങൾ പത്രം മേടിച്ചോളൂ, ബാബുച്ചേട്ടൻ ഏറ്റു വന്ന് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബാബുച്ചേട്ടൻ കൊടുക്കണ്ട, ഞാൻ ഈ പത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഒരു സമയത്ത് എന്നോട് പറഞ്ഞു, ഷൈനി ഞാൻ ഈ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞ ആ മേലാത്ത അവസ്ഥയിൽ ആ പത്രം ആ വെയിലത്തൂടെ നടന്ന് ബോൺമാര ടെസ്റ്റ് നടത്താൻ തലേദിവസം ബാബുച്ചേട്ടൻ കൊണ്ടു നടന്ന് കൊടുത്തു. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ബാബുച്ചേട്ടൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രം ടെസ്റ്റുകൾ നടത്തി. പക്ഷേ ഞാൻ ഇന്നും എപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓരോ സമയങ്ങളിലും മനുഷ്യരെയല്ല ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്. എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മരണാവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉടമ്പടിയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ കാരുണ്യ പ്രവൃത്തി എനിക്ക് പറ്റുന്ന പോലെ ആർക്കെങ്കിലും അസുഖം എന്നൊക്കെ പറയുന്നവർക്ക് എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആശുപത്രികളിൽ എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്നോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എനിക്ക് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതിലപ്പുറം ഞാൻ അവരോട് സംസാരിക്കും. പിന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എന്നോടും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിക്കും. ഞാൻ പറയും എൻ്റെ അമ്മയെ അറിഞ്ഞു വേണം നിങ്ങൾ സംസാരിക്കാമെന്ന് പറയും. പിന്നെ ഞാൻ രാവിലെ 5:30 ഞങ്ങൾ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജപമാല ചൊല്ലും. പറ്റുമ്പോൾ ഫുൾ ജപമാല ചൊല്ലും, ഇല്ലെങ്കിൽ ഒരു ജപമാലയെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. അതുപോലെ ബൈബിൾ ഞങ്ങൾ 2 പേരും വായിക്കും. ഞങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ വിളിക്കും. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എനിക്ക് ഏത് സമയം എപ്പോൾ കിട്ടിയാലും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ വാതോരാതെ പറയും. എനിക്കതാണ് ഏറ്റവും സന്തോഷം. ഈ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഉടമ്പടി ജീവിക്കാനും എൻ്റെ അമ്മയെ അറിയാനും വചനം എന്താണെന്ന് മനസ്സിലാക്കാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി അൾത്താരയിൽ ഒന്നും കൂടെ നിർത്തുവാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഷൈനി ബാബു നമ്മോട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായത് എന്ന് അനുഭവ സാക്ഷ്യം പങ്കുവെച്ച് നാം കേൾക്കുകയാണ്. തങ്ങൾക്ക് ഉപജീവന മാർഗമായി ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ തുടങ്ങി പിന്നീട് അത് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും വീണ്ടും തങ്ങൾക്കതൊരു വ്യക്തിയിലൂടെ, ഒരു സിസ്റ്റർ പലരോട് ചോദിച്ച്
അവർക്കത് പലരും സഹായിച്ച് വീണ്ടും ഒരു ഓട്ടോ കിട്ടുന്നതും, എന്നാൽ വീണ്ടും അവിടെ ആ ഓട്ടോ ഓടിക്കുവാനായിട്ടുള്ള വ്യക്തിക്ക് ക്യാൻസർ രോഗം ബാധിക്കുന്നു, ബോൺ ക്യാൻസർ. പിന്നീട് ഓട്ടോ തുടരുത്, അത് എല്ലെല്ലാം ഒടിഞ്ഞു പോകും, ഒട്ടും ബലമില്ല, ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നാം കേട്ടതാണിത്. ഈ ഒരു അവസ്ഥയിൽ ഉടമ്പടി എടുത്ത മകളായിരുന്നു ഷൈനി. താൻ എന്നാണ് ഉടമ്പടി എടുത്തതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 2023 മെയ് 22 ആ ഉടമ്പടി എടുത്ത മകളുടെ ജീവിതത്തിലാണ് തങ്ങൾക്കുണ്ടായിരുന്ന ഉപജീവനമാർഗം നഷ്ടപ്പെടുന്നു. തൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് എല്ലാം ശുഭമാകുമെന്നില്ല എന്നുള്ളത് നാം ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ ഷൈനിയുടെ ജീവിതത്തിൽ ഷൈനിക്കെല്ലാം ശുഭമായിരുന്നു. ഒരിക്കലും ആളുകളുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ല, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ കരഞ്ഞത്. അത് ഈ മകൾക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ഒരു വിശ്വാസം ആയിരുന്നില്ല. താൻ എന്ന് ഈ ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ ആലയത്തിൽ വന്നോ അന്ന് മുതൽ താൻ കേട്ട ദൈവത്തെക്കുറിച്ച്, താൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് അത് ആഴമായിട്ടുള്ള ഒരു ജീവശ്വാസമാ എന്ന രീതിയിൽ ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ തനിക്ക് പല ദുരന്തങ്ങൾ വരുന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചപ്പോഴും ആ മകള് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, തൻ്റെ വിശ്വസ്തതയെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അമ്മ തോന്നിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ അതൊരു തോന്നൽ മാത്രമാക്കാം നമുക്ക്. എനിക്ക് അങ്ങനെ തോന്നിയതാകാം എന്ന് പറഞ്ഞ് നാം ആരെങ്കിലും സ്കിപ്പ് ചെയ്താൽ അവിടെയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഉൾച്ചെവി നാം കൊട്ടിയടയ്ക്കുക. ഈ മകളോട് പറഞ്ഞു ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണം. അപ്പോൾ താൻ ഉടമ്പടി എടുത്തതാണല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് ഡിസംബർ 3 തന്നെ ഉടമ്പടി എടുപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ആ മകന് പിന്നീട് ഈ അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്. നാം കേട്ട കാര്യങ്ങളാണിത്. എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ പുണ്യഭൂമിയിൽ ഈ മക്കൾ വന്നു നിന്ന് പറയുമ്പോൾ അവർക്ക് 100 നാവാണ്. ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച സത്യദൈവത്തെ, ആ സത്യദൈവം ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തെ തൊട്ടത്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അതായത് നെഗറ്റീവായിട്ടുള്ളത് ഞാൻ അവരോട് പ്രതികരിക്കും. അതാണ് തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ് യെശയ്യാ പ്രവാചകനെ പോലെ ഉടമ്പടിയെടുത്ത ഒരു മകള്. പൊരി വെയിലത്തും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ബോൺമാരോ ടെസ്റ്റിന് തലേ ദിവസം ചടഞ്ഞുകൂടി കിടക്കാമായിരുന്നു, വേദനയാണെന്ന് പറയാമായിരുന്നു. എന്നാൽ അവിടെയൊക്കെയല്ലേ എക്സ്ട്രാ എഫേർട്ട്. എന്താണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട്? എവിടെയാണ് നീ എടുക്കുന്ന എക്സ്ട്രാ എഫേർട്ട് ദൈവത്തിന് വേണ്ടിയിട്ട്? അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് വിധവയുടെ മകനെ ഉയിർപ്പിച്ച കർത്താവ് വന്നിട്ട് ഷൈനി കരഞ്ഞപ്പോൾ പറഞ്ഞത്, കരയേണ്ട, ഞാൻ അവനെ സുഖപ്പെടുത്തും. അതാണ് പിന്നീട് വന്ന ടെസ്റ്റിലൊക്കെ നാം കണ്ടത്. നേർച്ച വസ്തുക്കളുടെ മാത്രം ഉപയോഗം. അവിടെ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്ന ഓരോ ബോൺസിനും അതൊന്നും പിന്നെ ഇല്ല. എല്ലുകൾക്ക് നല്ല ഉറപ്പ്. പെറ്റ് സ്കാൻ വരെ എടുത്തു. അപ്പോൾ ഈ മക്കൾ ഇവിടെ ഇന്ന് വന്നതെന്ന് പറയുമ്പോൾ ഇനി അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ദൈവത്തെ അവർ ഉച്ചസ്ഥിരം തുടർന്നും പ്രഘോഷിക്കും എന്നുള്ള അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ടുള്ള വാക്കുകളിലാണ് അവരവരുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത്. തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ബൈബിള് അണമുറിയാതെ അത് കട്ടിലിൽ കിടന്നുകൊണ്ട് പോലും ബൈബിൾ വായിക്കുന്നു. ദൈവവചനം ജീവവചനമായിട്ട് അത് തങ്ങളുടെ ഒരു ആഹാരമാക്കി അവർ മാറ്റുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഉടമ്പടി ജീവിതം? നാമും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തരാകാം. എത്രമാത്രം തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളിൽ മനം മടുക്കാതെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിലും ഏതിലും ദൈവിക പദ്ധതിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും